ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ആത്മനമസ്കാരങ്ങൾ. ഇവിടെ ചെന്നൈയിൽ ഇന്നലെ രാത്രി മുതൽ നല്ല മഴയാണ്. നല്ല നല്ല മഴ വെച്ചാൽ അത്ര മഴയല്ല, എങ്കിലും നമ്മുടെ മനസ്സുകൾക്ക് ഒരു കുളിർമ തരുന്ന, സന്തോഷം തരുന്ന, ഈ മാസത്തിൽ നല്ല തണുപ്പുള്ളതാണ്, എങ്കിലും ആ തണുപ്പ് കുറച്ചുകൂടി അധികരിക്കുന്ന മഴ. അപ്പം എൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്ത് പറയുക, ഇന്നും കാലത്ത് മഴ. അപ്പം ഞാൻ പറഞ്ഞെടോ, ഖുറാനിൽ ഒരു വചനമുണ്ട്, നമ്മളൊരിക്കലും പ്രകൃതിയുടെ ഈ ശീതോഷ്ണ നിലയെ കണ്ടിട്ട് ഒരിക്കലും നമ്മൾ പറയരുത് ഇതെന്താ അങ്ങനെ മഴ, ഇതെന്താ അങ്ങനെ വെയിൽ, അങ്ങനെ പറയരുത്. എല്ലാം ദൈവം തരുന്നതല്ലേ. അതുകൊണ്ടത് ഒരിക്കലും ക്ലൈമറ്റിനെ പറയരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞത്. അപ്പോൾ അവനോട് പറയാണ്, എടാ നിന്നോടൊന്നും സാധാരണക്കാരനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ വയ്യല്ലോ. ഞാൻ പറയാ, അങ്ങനെയല്ല, നീ സംസാരിക്കുക, അതൊക്കെ സംസാരിക്കാം. പക്ഷേ ഇങ്ങനെ പ്രകൃതിയിൽ നോക്കൂ, എത്ര അതിശയങ്ങളാണ്. നിങ്ങളെല്ലാം പഠിച്ചത് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. നമ്മുടെ മഴ പെയ്യുന്നത് എങ്ങനെ? ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് കണ്ടിപ്പോൾ എനിക്ക് ബൈഹാർട്ടായിട്ട് അറിയില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കാം, മലയാളത്തിൽ എനിക്ക് അറിഞ്ഞത് പറയാം. ഭൂമിയിലുള്ള വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് ചൂടായിട്ട് അത് നീരാവിയായി ആകാശത്തിലേക്ക് പോകുന്നു. ആകാശത്തിൽ ഉള്ള മേഘങ്ങളിൽ തണുത്ത കാറ്റ് സ്പർശിക്കുന്ന സമയത്ത് മഴയായിട്ട് വരുന്നു. എനിക്ക് ഞാൻ ബൈഹാർട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിലും അമ്മ പറഞ്ഞു തരുന്ന മലയാളത്തിലൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ ബേസിക്കായിട്ട് ഭൂമിയിലുള്ള വെള്ളം സൂര്യൻ്റെ ചൂട് കൊണ്ട് അത് ആവിയായി മേലെ പോയി മേഘത്തിൽ ഉണ്ട്. ആ മേഘത്തിൽ തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് മഴ കിട്ടുന്നു. പക്ഷേ ഇത് നോക്കുമ്പോൾ ഓരോ മഴത്തുള്ളിയും നോക്കൂ. എനിക്ക് കേരളത്തിൽ മഴ വന്നിട്ടാണ് കുറേ പേർ മരിച്ചത് കണ്ടാൽ ഞാൻ ആദ്യം മഴയെ വെറുക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ വെറുക്കില്ല. എപ്പോഴും മഴ ആർക്കെങ്കിലൊക്കെ വെറുക്കാൻ പറ്റുമോ? എന്ത് ഭംഗിയാണ്, എന്തൊരു സുഖമാണ്. ഓരോ തുള്ളിയിലും എന്തെല്ലാം അതിശയങ്ങളുണ്ട്. നമുക്ക് പ്രകൃതി നമുക്ക് വെള്ളം തരുന്നത് തന്നെ ആലോചിച്ച് നോക്കിയാൽ പ്രപഞ്ചത്തോട് നമുക്ക് എന്തോരം നന്ദി പറയണം. പക്ഷെ നോക്കൂ, ഈ മേഘങ്ങളിലേക്ക് കാറ്റ് കൊള്ളുന്നില്ല, അതുകൊണ്ടാണ് മഴ വരാത്തത്. എന്താണ് മഴ വരാത്തത്? എന്താണ് അവിടെ കാറ്റ് കിട്ടാത്തത്? മരങ്ങളില്ല. എന്താണ് മരങ്ങളില്ലാത്തത്? മനുഷ്യൻ മരങ്ങളെയൊക്കെ വെട്ടിമുറിച്ചു. അമേരിക്കയിലൊക്കെ ഒരു 10 മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ അവർ 100 മരം നിയമമുണ്ട്. പക്ഷെ 1000 മരങ്ങളൊക്കെ നടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രകൃതിയോട്. പക്ഷേ എല്ലാവരും ഈ പ്രകൃതി എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട്. എത്ര സാറ്റലൈറ്റ്സും അതും ഇതും അയച്ചിട്ട്. അതുകൊണ്ടല്ലേ ഓസോണിലൊക്കെ ഓട്ട വീഴുന്നതും ചൂട് ഇത്ര കൂടുന്നതൊക്കെ. ഇക്കൊല്ലം കൂടെ നല്ല തണുപ്പുള്ളപ്പോൾ എൻ്റെ ഫ്രണ്ട് തിരിച്ചും പറയാൻ പേടിച്ചിട്ട്, സുരേഷ് വേറൊരു കാര്യം കൂടി, കൊല്ലം ചെന്നൈയിൽ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് ചൂട് വളരെ കൂടുതലായിരിക്കും. ശരി, ഇപ്പം എന്താ ചെയ്യുക? കൊല്ലം ചൂട് കൂടുതലായിട്ട് വരുന്നത്, നമ്മൾ അതിനുള്ളതുപോലെ പോലെ നമ്മൾ ജീവിക്കണം. കുറച്ച് 2-3 AC എക്സ്ട്രാ ഇടണം, അല്ലെങ്കിൽ തണുത്ത കാറ്റ് കൊള്ളാനായിട്ട് കുറച്ച് എവിടെയെങ്കിലും പാർക്കിൽ പോകണം, അങ്ങനെയൊക്കെ ജീവിച്ച് പോകണ്ടേ എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ, അവനൊരു മാർവാടിയാണ്, നല്ലൊരു ജെയിനാണ്. എല്ലാ ജെയിൻസും അത് ഫോളോ ചെയ്യണ്ടോയെന്ന് അറിയില്ല, പക്ഷേ നല്ല കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ജെയിനാണ്. ജെയിൻ മതത്തിലെ ഒരു സുഹൃത്താണ്. കാണാൻ ഒരു എന്താ പറയുക, നല്ല, അവനെ കണ്ടാൽ തന്നെ നമുക്കൊരു എണീറ്റ് നിന്നൊരു നമസ്കാരം പറയാൻ തോന്നും. അങ്ങനെയാണ്. എന്നെ ഇവനാണ് എനിക്ക് ഈ ജൈൻ മതത്തിലുള്ള ഗുരുക്കന്മാരെയൊക്കെ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്ന കുറേ ഗുരുക്കന്മാരെ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, അവരെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ 2-3 വിധങ്ങളുള്ള ജൈന്മാരുണ്ട്. കുറച്ച് ഗുരുക്കന്മാർ ഡ്രസ്സ് ഇടും, ആണുങ്ങൾ സ്ത്രീകളെല്ലാം ഇടും. പക്ഷെ ഇനിയൊരു വിധമായിട്ടുള്ള ആൾക്കാരുണ്ട്, ദിഗംബർ എന്ന് പറയും. ശ്വേതാംബർ, ദിഗംബർ, അങ്ങനെ കുറേ ഇതിലുണ്ട്, ഡിവിഷൻസ് ഉണ്ട്. അതിൽ ദിഗംബർ എന്ന് പറഞ്ഞ ആൾക്കാർ വസ്ത്രം പോലും ആണെങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞു, അവരെയൊക്കെ ഞാൻ എങ്ങനെയും കാണാൻ, ഞാൻ വരില്ല, ഞാൻ കാണില്ല എന്ന്. അപ്പോൾ അധികം പറയാറുണ്ടല്ലോ, IAS അധികാരികൾ തൊട്ട് സ്ത്രീകൾ തൊട്ട് അവർ കൊച്ചു കുട്ടികളെ കാണുന്ന പോലെയാണ് കാണുന്നത്. ഒരു ഗുരുക്കന്മാരാണ് അവർ. അവർക്ക് വസ്ത്രങ്ങൾ പോലും വേണ്ട എന്ന് പറയുന്ന അവനെനിക്ക് പറഞ്ഞു തന്നു. അവർക്ക് വസ്ത്രങ്ങൾ പോലും വേണ്ട എന്ന് പറയുകയാണെങ്കിൽ നോക്കൂ. അപ്പോൾ ഞാൻ പോയി ഒരു ഗുരുവിനോട് ചോദിച്ചു. പക്ഷെ നമ്മളവരെ എന്താ പറയുക, നമുക്ക് വൃത്തികേടായിട്ട് കാണില്ല. അവർ മയിൽപ്പീലി പോലെ ഒരു വിശരി വെച്ചിട്ടുണ്ടാകും, അത് വെച്ച് അവർ മറച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. നമുക്ക് അങ്ങനെ വൃത്തികേട് കാണില്ല, എങ്കിലും
വൃത്തികേടെന്നല്ല, അവർ ജനനേന്ദ്രിയങ്ങളൊന്നും അവർ കാണിച്ച് അങ്ങനെ വൃത്തികേടായിട്ട് ഇരിക്കില്ല. ഈ മയിൽപ്പീലി പോലൊരു വിശറി വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നതൊക്കെ ഒരു കളിയാക്കാനോ ചിരിക്കാനോ ഉള്ള ഒരു സബ്ജക്റ്റേ അല്ല. ഞാൻ പണ്ട് അങ്ങനെയാണ്. ഒരു മലയാളിയായ നമുക്കൊക്കെ എന്തൊക്കെ ചിന്തകൾ വരും നമുക്കറിയാം. ഉം. അറപ്പ് കൂടി തോന്നാം സ്ത്രീകൾക്ക്. അങ്ങനെയല്ല. അവർ നമ്മളൊരു മക്കളെ കാണുമ്പോൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ വയസ്സായ ഒരു അച്ഛനോ അമ്മയോ ചിലപ്പോൾ ഒന്ന് അവരുടെ ഡ്രസ്സ് താഴെ വീണാൽ നമ്മളെങ്ങനെയാണ് കുട്ടികളെ കാണുന്ന പോലെയല്ലേ കാണുന്നത്. നമ്മൾ ഉടനെ പോയിട്ട് നമ്മൾ വസ്ത്രം അവിടെ കണിഞ്ഞു കൊടുത്ത് കുട്ടികൾക്ക് ചെയ്ത പോലെ ചെയ്യില്ലേ. അവിടെ സ്ത്രീകൾ പോലും അവരങ്ങനെയാണ് കാണുന്നത്. അവർക്ക് അവർ ആഹാര പദാർത്ഥം അവരെ കഴിക്കുന്ന ജീവിത രീതിയിൽ അവർക്ക് അങ്ങനെ ശാരീരികമായിട്ടുള്ള ആ ഒരു വികാരങ്ങളോ ചിന്തകളോ അങ്ങനെ ഒന്നുമില്ല. അവർ ഒരു ദിവസം ഈ ദിഗംബറിലുള്ള ഒരാൾ, ഒരു ഗുരു ഒരു ദിവസം രണ്ട് കൈ മാത്രം ഇങ്ങനെ ഒന്നിച്ച് വെച്ചിട്ട് ആഹാരം കൊടുക്കും അവർക്ക്. ഒരു ചപ്പാത്തി, ഒരു സബ്ജി, അതെല്ലാം ഈ അവർ പല്ല് തേച്ച് അവർ മുഖമൊക്കെ കഴുകി എല്ലാം കഴുകി അവർ അവർ കഴിക്കുന്നത് എല്ലാവർക്കും 45 നിമിഷത്തിനുള്ളിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ഒന്നും കഴിക്കില്ല. അവർ ഒന്നും കഴിക്കില്ല. അങ്ങനെ വെള്ളം പോലും കുടിക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ച് പേര് പറഞ്ഞ് വെള്ളം കൂടി കുടിക്കില്ല. അങ്ങനെയുള്ള ഗുരുക്കന്മാരുണ്ട്. പക്ഷെ അവിടെയുള്ള സ്ത്രീ ഗുരുക്കന്മാരൊക്കെ അവർക്ക് ഡ്രസ്സ് ചെയ്യും. പുരുഷന്മാർക്ക് മാത്രമാണ് അതുകൂടി. ഒന്നും വേണ്ട എന്നുള്ള ഒന്നും വേണ്ട. ഇപ്പം ഞാൻ അന്നൊരിക്കലും പോയപ്പോൾ ഒരു ഗുരുവിനെ എന്നെ പരിചയപ്പെടുത്തി. നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇയാൾ എന്താ ഒരു സാധാരണ ആൾ പോലെ ഇല്ലല്ലോ, ഭയങ്കര ഒരു ഐശ്വര്യം മുഖത്ത്. പറഞ്ഞു, സുരേഷ് ഇത് രാജകുടുംബത്തെ ചേർന്ന ഒരു 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 ഗുരുവാണ്. അദ്ദേഹത്തിന് കോടാനുകോടി സ്വത്തുക്കളുണ്ടായിരുന്നു. എല്ലാം കൊടുത്തിട്ട് അദ്ദേഹം വന്നു. അപ്പോൾ അവർക്ക് വൺ ടു വൺ ഇരുന്ന് സംസാരിക്കാനൊന്നും ആർക്കും കിട്ടില്ല. അതായത് ഇവർക്ക് ഈ പറഞ്ഞ ദിഗംബർ എന്ന് പറഞ്ഞ ആൾക്കാർ അവർക്ക് ജൈൻ അമ്പലങ്ങളിലൊന്നും പോകും. അവർക്ക് അമ്പലങ്ങളിൽ കൂടി പോവില്ല. അവർക്കെല്ലാം ഗുരുക്കന്മാരാണ്. ഗുരുവാണ് അവർക്ക് ദൈവം. നമ്മൾ എങ്ങനെയാണ് ഗുരു ദൈവമാകുന്നത്? ദൈവമല്ലേ. അവർ പറഞ്ഞു, ഒന്നും വേണ്ട സുരേഷേ, അവരെ കണ്ണിലുള്ള ആ ദർശനം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചും അന്വേഷണങ്ങൾ എന്താണ്, കണ്ണിൽ അങ്ങനെ അനുഗ്രഹം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. കുറേ ഹൈന്ദവ മതത്തിലും എല്ലാം ചില ഗുരുക്കന്മാരെയൊക്കെ പോയി കണ്ടാൽ മതി. അവർ കണ്ണിൽ നിന്ന് കിട്ടുന്ന കരുണ മതി. അസുഖം മാറുന്ന പറയുന്നത്. ഈ കൊറോണയൊക്കെ വരുന്നതിന് മുമ്പ് വന്നപ്പോൾ നമ്മളൊക്കെ അനുഭവങ്ങൾ പെട്ടല്ലോ. അതുപോലെ പല 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് ഈ ജെയിൻ ഗുരു അദ്ദേഹം പോയിട്ട് ഗ്രാമത്തിലിരുന്ന് ഇങ്ങനെ ഇടത്തെ ഭാഗത്ത് കുറച്ച് നേരം നോക്കും, വലത്തെ നോക്കും. 20 ലക്ഷം 30 ലക്ഷം ആൾക്കാർ ഇങ്ങനെ അസുഖം മാറി മാറി എണീറ്റ് ഓടും. ഇപ്പം കിടപ്പുള്ള ആൾക്കാർ. അതൊക്കെ എവിടുന്ന കിട്ടിയെന്നറിയോ സുരേഷ്? ധ്യാനത്തിലാണെന്ന് പറഞ്ഞു. എനിക്ക് ധ്യാനം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റായി. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ ഒന്നും അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ല. അദ്ദേഹം ഇങ്ങനെ സുരേഷ് എന്നൊരാളാണ്, ഹിന്ദുവാണ്, അദ്ദേഹത്തിന് ഒരു ആത്മീയ അന്വേഷകനാണ്, കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഗുരു ദേഷ്യപ്പെടരുത്, നമ്മളെ പറ്റിയൊന്നും അധികം അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമസ്കരിക്കുമ്പോൾ കൂടി കുറച്ച് ഡിസ്റ്റൻസിലോട് വേണം നമസ്കരിക്കാനായിട്ട്. അങ്ങനെ കുറേ റൂളൊക്കെ പറഞ്ഞു തന്നു. സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ വളരെ അകന്ന് നിന്ന് സംസാരിക്കണം എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പോയി ബഹുമാനം കൊടുത്തു, കുറച്ച് ഫ്രൂട്ട്സൊക്കെ അവിടെ വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് 4-5 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. പിന്നെ സഹായിക്കാനായിട്ട് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു 20 പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. അപ്പോൾ അതിനൊക്കെ അദ്ദേഹം അപ്പോൾ ഞാൻ പറഞ്ഞു, അവസാനം ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ഡ്രസ്സ് ഇടാത്തത്? ഞാൻ കുട്ടിയെ പോലെ ചോദിക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും 2 വയസ്സോ 3 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മൂമ്മയൊക്കെ ഡ്രസ്സൊക്കെ ഇടും. അപ്പോഴൊക്കെ ഈ അമ്മൂമ്മമാർ എന്താണ് മാറ് മറക്കില്ലല്ലോ, തോർത്തുമ്പോൾ ഇങ്ങനെ ആണുങ്ങളെ പോലെ ഇടുകയല്ലേ ഉള്ളൂ. വയസ്സായി അമ്മൂമ്മ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നൊരു വീട്ടിൽ എങ്ങാണ്ട് പോയപ്പോൾ ഒരു അമ്മൂമ്മയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ചെന്നൈയിൽ നിന്ന് പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മൂമ്മ എന്താ ജാക്കറ്റ് ഇടാത്ത അമ്മൂമ്മയെന്ന്. 70-75 വയസ്സ് കാണണം ആ അമ്മൂമ്മയ്ക്ക്. എനിക്കാണ് ചോദിക്കണമെന്ന് പോലും അറിയില്ല. ചെറിയ എനിക്കാണ് എനിക്ക് 2-3 ക്ലാസ്സോ 3 ക്ലാസ്സോ പഠിക്കും. ഇവിടെ ചെന്നൈയിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആ അമ്മൂമ്മ ഓടിപ്പോയി ഒരു തോർത്തുമുണ്ടിട്ട് ഒരു മാറൊക്കെ മറിച്ചിരുന്നിട്ട്, അപ്പോൾ എൻ്റെ എല്ലാവരും പോയി ചോദിച്ചു, അതെന്താ നിങ്ങൾ തോർത്തുമുണ്ടല്ലോ? ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് നാണം വന്നു. അങ്ങനെ ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പം ഞാൻ അതേ നിഷ്കളങ്കതയോടുകൂടി തന്നെ ഈ ഗുരുവിനോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സുരേഷ് ഇത്രയൊക്കെ സംസാരിച്ചല്ലോ, സുരേഷ് അല്ലേ പറഞ്ഞത് നമ്മൾ ആത്മാവാണെന്ന്? നമ്മളിത് വാടകയ്ക്ക് എടുത്തിട്ട് ഒരു ഫ്ലാറ്റ് എന്നല്ലേ സുരേഷ് പറഞ്ഞേ? അല്ല, ഇത് വാടകയ്ക്കെടുത്ത ഒരു വസ്ത്രമാണ്. ഇതാണ് വസ്ത്രം. മൃഗങ്ങൾ ഡ്രസ്സ് ഇടുന്നുണ്ടോ?
നമ്മളും മനുഷ്യരായ മൃഗങ്ങളല്ലാണ്ട് എന്താ? ഇതാണ് എൻ്റെ ശരീരം, ഇത് എൻ്റെ വസ്ത്രമാണ്. ഈ വസ്ത്രത്തിൽ ഊരിയിട്ടിട്ടില്ല ഞാൻ തിരിച്ചും നിങ്ങളൊക്കെ പറയുന്ന മരണം കഴിഞ്ഞാൽ എൻ്റെ ആത്മാവ് പോകുന്നത്. അവിടുന്ന് അദ്ദേഹം അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അയാളെ ഞാൻ മറന്നു. അയാളുടെ ശബ്ദങ്ങൾ മാത്രം കേൾക്കാൻ തുടങ്ങി. അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. എനിക്ക് അയാൾ കാണുന്നില്ല. എന്ന് വെച്ചാൽ അയാളല്ല, എനിക്ക് ആ ശബ്ദവും അയാൾ പറയുന്ന സബ്ജക്റ്റിലേക്കാണ് ഞാൻ പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് അവിടെ അവരുടെ ജീവിത രീതി, അവർ വെളുത്തുള്ളി, പിന്നെ കിഴങ്ങ് വകകൾ, ഭൂമിക്കടിയിലുള്ളതൊന്നും കഴിക്കില്ല. നോക്കൂ, നമ്മൾ ഒരു കൊതുകൊക്കെ വരുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ബാറ്റ് വെച്ചിട്ടുണ്ട്, പിന്നെ കെമിക്കൽ വെച്ചിട്ടുള്ള ഒരു പ്ലഗ് ഇൻ ചെയ്യും കൊതു വരാതിരിക്കാനായിട്ട്. അതൊക്കെ ഓക്കെ. കൊതു നമ്മളെ വന്നാൽ നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊക്കെ വീണ്ടും പെട്ടെന്ന് അടിക്കും, പടാന്നടിക്കും കൊതുവിനെ. കയ്യിലൊക്കെ രക്തം വന്ന ഉടനെ പോയി കഴുകും. അങ്ങനെയൊക്കെയാണ് അല്ലേ? പക്ഷെ ഒരു ഉറുമ്പിനെ കണ്ടാലും കൊതുകിനെ കണ്ടാലും അവരിങ്ങനെ ഊതും. അത് സംസ്കാരത്തിലുണ്ട്. നമ്മളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊതു വരാനും ഇങ്ങനെ ഊതും. അല്ലാണ്ട് അവർ അതിനെ അടിക്കുകയോ തല്ലുകയോ അങ്ങനെ ഒന്നും ചെയ്യില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഒരു പാമ്പ് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ല, നമ്മളെ കടിക്കാൻ വന്നാൽ അതിനെ പിടിച്ച് നമ്മൾ വലിച്ചെറിയണം. ഒന്നും അടിക്കില്ലേ, കൊല്ലില്ലേ? കൊല്ലേണ്ടി വന്ന സിംഹം വന്നാൽ അവർ ഞാൻ ചോദിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിലൊക്കെ ഞാൻ അദ്ദേഹത്തിനെ കോർണർ ചെയ്യാനായിട്ടല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം എന്നെ അതുകൊണ്ട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ഒന്നും ചെയ്തില്ല. അവിടെ ഓക്കെ, അങ്ങനെ കൊലപാതകം ചെയ്താലും അപ്പോഴും നിനക്ക് പാതി പാവമുണ്ട്. ഒരു ജീവനെ കൊന്ന നീ അല്ല പറയും എല്ലാ ജീവനിലും ദൈവം ഉണ്ടെന്ന്. അപ്പോൾ ദൈവത്തിനെ കൊന്ന എന്താവും? അതിൻ്റെ പാതി പാവങ്ങൾ നീ അത് വരാതെയുള്ള സ്ഥലങ്ങളിൽ നീ ഒതുങ്ങി ജീവിക്കുക. എന്തിനാണ് സിംഹത്തിൻ്റെ അവിടേക്ക് നിങ്ങൾ പോകുന്നത്? എന്നിട്ട് പറയാണ്, സിംഹത്തെ പോലുള്ള ചില മനുഷ്യരുടെ പോകാതിരിക്കുന്നതല്ലേ നല്ലത് പറഞ്ഞ് അങ്ങനെ സംസാരിച്ചത് എനിക്ക് ഓർമ്മ. അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഇടുന്ന ഗുരുക്കന്മാരെ പോയി കണ്ടു ജൈൻ മതത്തിൽ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്താ അങ്ങനെ നടന്നു പോകുന്നത്? വണ്ടികളൊന്നും എന്താ ഉപയോഗിക്കാത്തത്? ചെരുപ്പ് പോലും നിങ്ങൾ ഇടില്ലല്ലോ. അല്ല, വല്ലപ്പോഴൊക്കെ വയസ്സായ ആൾക്കാരൊക്കെ ഇടാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറയാണ്, വണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ആ ശബ്ദങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത എത്രയോ ജീവജാലങ്ങൾ പോവില്ലേ? അതുകൊണ്ട് ഞങ്ങളൊക്കെ വഴിയൊക്കെ ക്ലീൻ ചെയ്താൽ പോകുക. അവിടെ ഒരു ഉറുമ്പിനും പോലും ഞങ്ങൾ ഒരു ജീവിതം, നമ്മൾ ശ്രീനാരായണ ഗുരുവൊക്കെ പറയില്ലേ, ഒരു ഉറുമ്പിനെ പോലും നമ്മൾ വേദന കൊല്ലാൻ പാടില്ല എന്നൊക്കെ. പക്ഷേ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും നല്ലപോലെ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ. എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറയടാ, നീ ഇത്ര ശതകങ്ങളൊക്കെ പഠിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, എന്താടാ ചെയ്യുക? അപ്പം ശീലിച്ച് പോയി മെല്ലെ മെല്ലെ മാറ്റാന്നൊക്കെ പറയും. അങ്ങനെ ഓരോ മതങ്ങളിലും ഓരോ വിശ്വാസങ്ങളിലും ഉള്ള ആ ഒരു വാല്യൂസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് വളരെ വിസ്മയമായിരിക്കും. പക്ഷേ ഇതിനൊരു അതിശയം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും ജൈൻ മതത്തിലുള്ള ഒരു 6 മണിക്കുള്ള ഒരാൾ എത്രയോ കാലം ഞാൻ അപ്പോൾ എനിക്കൊരു നോർത്ത് ഇന്ത്യൻ ആൾക്കാരോട് കൂടിയുള്ള ബിസിനസ്സായിരുന്നു. ഞാൻ 5:30 മണിക്ക് 6 മണിക്കൊക്കെ വീട്ടിലേക്ക് വരാൻ അവർ അനുവദിക്കും. ഞാൻ വീട്ടിലൊന്ന് വേഗം ആഹാരം കഴിച്ച് 6 മണിക്കുള്ളിൽ സൂര്യാസ്തമനത്തിനുള്ളിൽ തന്നെ അവരൊരു ജൈൻ മതത്തിലൊരു മന്ത്രമുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ ഒന്നും കഴിക്കില്ല. പിന്നെ അടുത്ത ദിവസമാണ് കഴിക്കുള്ളൂ. സൂര്യോദയം വന്നതിന് ശേഷം. ഇപ്പം ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വരുന്നത് തന്നെ ചിലപ്പോൾ 8:30 മണി 9:30 മണിയൊക്കെയാണ്. അതുകൊണ്ട് 9 മണിക്ക് ശേഷം ചിലപ്പോൾ 12 മണിയൊക്കെ എൻ്റെ ജീവിതം, വായന, പ്രാർത്ഥന, മെഡിറ്റേഷൻ അങ്ങനെ. പക്ഷേ ആ സമയത്ത് എനിക്ക് 5:30 മണിക്കൊക്കെ എനിക്ക് വരാൻ വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിച്ച് എന്നിട്ട് ഞാൻ തിരിച്ചും ഓഫീസിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യും. അത് നല്ലൊരു സന്തോഷമായ ദിവസങ്ങളായിരുന്നു അതൊക്കെ. പിന്നെ ഇതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇങ്ങനെയാണ് ഞാൻ ഇവരെ പറ്റി കേട്ടുന്ന സമയത്ത് ഒരു ദിവസം എനിക്കൊരു വീഡിയോ വന്നു. നോക്കൂ, ചിലപ്പോൾ ഒരു കവിത, ഒരു നല്ല മനുഷ്യനെ കാണുമ്പോഴുള്ള മാറ്റങ്ങൾ, ഇതൊക്കെയാണ് എൻലൈറ്റൻമെൻറ്റ്. കുറേ മലയിൽ പോയിട്ട് കുറേ ധ്യാനം ചെയ്തോ, കുറേ ധ്യാനം ചെയ്താൽ വരാം, അല്ലെങ്കിൽ കുറേ യാത്ര ചെയ്തോ, അമ്പലത്തിൽ പോയി, അമ്പലത്തേക്ക് പോയി, അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയോ നടക്കുന്നുണ്ടല്ലോ ഓരോ സ്ഥലത്തും. ഇവിടേക്കൊക്കെ പോയി ആ മുക്തി കിട്ടില്ല. അല്ലേ, എൻ്റെ അറിവിൽ അതൊന്നും കിട്ടിച്ചേരെ. എവിടുന്നാണ് യാത്ര? നമ്മൾ കോൺസെൻട്രേഷനായിട്ട് നമ്മൾ ആ ഒരു ആത്മീയ ചിന്തയോടുള്ള സമയത്ത് ചിലപ്പോൾ ഒരു കവിതയുടെ ഒരു വരിയായിരിക്കും, ചിലപ്പോൾ ഒരു നല്ല മനുഷ്യനൊരു പുഞ്ചിരിയായിരിക്കും നമുക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്. അത് അമ്പലങ്ങൾക്കും ഓക്കെ, അമ്പലങ്ങളിൽ കിട്ടുന്ന ആൾക്കാർക്ക് ഉണ്ടാകാം. അവിടെയും ഒരു നല്ല വാക്ക്, ഒരു കവിതയോ, അല്ലെങ്കിൽ ഒരു നല്ല ഒരു പൂജാരിയോ, നല്ലൊരു മനുഷ്യനോ, അല്ലെങ്കിൽ നമുക്ക് നല്ല ദർശനമോ കൂടി ആകാം. പക്ഷേ യാത്രകളിലുള്ള ക്ലേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനുഷ്യ ശരീരമൊക്കെ ക്ഷീണിച്ചു പോകുകയല്ലേ. മനുഷ്യ ശരീരമൊക്കെ നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സമയത്ത് കൂടിയൊക്കെ വരുന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എവിടുന്ന് വേണമെങ്കിൽ ആകാം, അമ്പലങ്ങളിലും ആകാം, അവിടെ ആകാം, ഇവിടെ ആകാം. ഞാൻ ഈ അമ്പലത്തിൽ പോയി എന്നുള്ള ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടില്ല.
പക്ഷേ ആത്മാർത്ഥമായിട്ട് അമ്പലത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് ധ്യാനം ചെയ്താൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമല്ലോ. അപ്പോൾ ഒരു വീഡിയോ എന്നെ എന്നെ വളരെ സ്പർശിച്ചു. ആ വീഡിയോയിൽ യു.പിയിലെയോ അല്ല രാജസ്ഥാനിലെയോ ഒരു രാജകുടുംബത്തിലെ അതിസുന്ദരിയായ ആ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയക്കാം. എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് അതിസുന്ദരിയായ ഒരു രാജകുമാരി. എൻ്റെ അമ്മേ, അയ്യോ എന്തൊരു ഐശ്വര്യമാണ് ആ കുട്ടിക്ക്. ആ കുട്ടി അവർ ഈ ജൈൻ മതത്തിൻ്റെ ഈ ആശ്രമത്തിൽ ജോയിൻ ചെയ്യുകയാണ്. എന്നിട്ട് ആ ഫങ്ഷൻ മുഴുവനും അത് കാണിച്ചു. അപ്പം അതിനു മുമ്പ് എത്രയോ സ്വർണം ആഭരണങ്ങൾ എന്ന് വെച്ചാൽ എത്രയോ കോടികളുടെ ആഭരണം അവരിട്ടിട്ട് 2-3 ദിവസം ഇട്ടിട്ട് അതന്നെ അത് ഇനി അതൊക്കെ ഇടാൻ പറ്റില്ലല്ലോ. ഇട്ടിട്ട് എന്ത് അങ്ങനെ ഷൈനിങ് ആയിരിക്കുക, അങ്ങനെ ഗ്ലിറ്ററിങ്. അത് കഴിഞ്ഞ് അവർ അതൊക്കെ മാറ്റിയിട്ട് ആശ്രമത്തിലേക്ക് വരുന്നു. എന്നിട്ട് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അവർ മുടി, നീണ്ട മുടി, മുട്ട് താഴെയുള്ള ചുരുണ്ട മുടി അതങ്ങനെ എടുക്കുന്നവർ എല്ലാം ഷേവ് ചെയ്യുന്നു മുടിയൊക്കെ. അത് കഴിഞ്ഞ് അവർ പട്ട് വസ്ത്രങ്ങൾ അതിന് ഓരോന്ന് ഊരി വെള്ള വസ്ത്രം ഇട്ടിട്ടു. പക്ഷേ ഞങ്ങൾക്കത് കാണുമ്പോൾ പറയാൻ പാടില്ല, എനിക്ക് കണ്ണ് നിറഞ്ഞു പോയി. എന്തിനാണ് ഇവരിങ്ങനെ ഈ ആശ്രമത്തിലേക്ക് ഇങ്ങനെ വരുന്നത്? അവർക്ക് എന്ത് ഭംഗിയുണ്ട്, എത്ര സ്വത്തുണ്ട്, അവർ സന്തോഷമായി ജീവിച്ചൂടെ, അവർക്ക് വിവാഹം കഴിച്ച് ജീവിച്ചൂടെ. 10-25 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ്. ദൈവമേ, എനിക്ക് വല്ലാതെ. പക്ഷേ എൻ്റെ ആ ചിന്ത തെറ്റിപ്പോയി. കാരണം ഇവർ ഈ വെള്ള വസ്ത്രം അണിഞ്ഞ് അവർ ആ മുടി, ആ സാരി കൊണ്ട് തന്നെ തല ഇങ്ങനെ മൂടിയിട്ട് അവരുടെ ആദ്യത്തെ ആ ഫോട്ടോ കണ്ടപ്പോൾ ദൈവമേ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ദൈവം? നോക്കൂ, ഇവർക്ക് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ ദൈവത്തിന് എത്ര ഭംഗിയുണ്ടാകും എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി. അത്ര ഒരു ഐശ്വര്യം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോയിലാണ് ഒരാളെ കാണിക്കുകയാണ്. അവർ സാധാരണ പറഞ്ഞാൽ റിച്ച് ആയിട്ടുള്ള ജെയിൻസൊക്കെ 12 ഐറ്റം 13 ഐറ്റം ഒരു പ്ലേറ്റിൽ, വലിയൊരു പ്ലേറ്റിലായിരിക്കും. കൊച്ചു കൊച്ചു കട്ടോരികൾ ഉണ്ടാവും. കുറച്ച് നിങ്ങൾക്കെല്ലാം അറിയും തോന്നുന്നു കുറച്ചവർക്ക്. അതിലൊരു സ്വീറ്റ്സ് കാണും, ഒരു പച്ചക്കറി കാണും, പിന്നെ ഒരു പച്ചക്കറി കാണും, ഒരു പിക്കിൾ കാണും, പിന്നെ നെയ്യ് ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. പിന്നെ ചപ്പാത്തി ഇങ്ങനെ ചൂടായിട്ട് ഇവർ തന്നുകൊണ്ടേയിരിക്കും വേലക്കാർ. നമ്മൾ കഴിച്ചുകൊണ്ട് കുക്കോ ആരെങ്കിലും നമുക്ക് കുറച്ചുകൂടി കഴിക്കുന്ന പറഞ്ഞാൽ നമുക്ക് തരും. എനിക്ക് രാജസ്ഥാൻ ഫുഡ് വളരെ ഇഷ്ടം. ജെയിൻ ഫുഡ് വളരെ 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 ഇഷ്ടം. എവിടെ പോയാലും ഞാൻ ജെയിൻ ഫുഡ് കഴിക്കും. കാരണം അത് സാത്വിക് ഫുഡാണ്. എരിവ് കുറവായിരിക്കും, ഉപ്പ് കുറവായിരിക്കും, ഉള്ളി ഉണ്ടാകില്ല, വെളുത്തുള്ളി ഉണ്ടാകുകയില്ല, കിഴങ്ങുകൾ ഉണ്ടാകില്ല. അത് കഴിച്ചാൽ വേഗം നമുക്ക് ഡൈജഷൻ ആവും, നല്ല സന്തോഷമായിരിക്കും. ചില ഫുഡ് കഴിച്ചാൽ വളരെ സന്തോഷം ഉണ്ടാകില്ലേ. നല്ല എരിവുള്ള കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് വളരെ ദേഷ്യപ്പെട്ട ആൾക്കാർക്ക് അവർ കണ്ണ് കണ്ടാൽ തന്നെ തോന്നും നമ്മളെന്തോ കുറ്റം കണ്ടുപിടിക്കാനുള്ള കണ്ണ്. ആ കണ്ണ് നമ്മളോട് സംസാരിക്കും. അങ്ങനെയാണ്. വളരെ ഈ കള്ളൊക്കെ കുടിച്ച് എരിവും എല്ലാം കഴിച്ചിട്ട് മത്ത് പിടിച്ചിട്ട് ആഹാരം കഴിച്ച് തന്നെ ലഹരി കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ വീട്ടിൽ ഒരിക്കലൊരു എന്താ സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാത്ത ഒരു ഫാമിലി വന്നു. അപ്പോൾ ഒരു മോള് ഡിഗ്രി കഴിക്കുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, അങ്കിൾ, എനിക്ക് ഇത്രത്തോളം ഇഡ്ഡലിയും ദോശയും പൂരിയും എല്ലാം കഴിച്ചപ്പോൾ എനിക്ക് ലഹരി പിടിച്ച പോലെ ഇൻടോക്സിക്കേഷനായിരുന്നു. അങ്ങനെയൊന്നും കഴിക്കരുത്. എല്ലാം നമ്മുടെ ഗുരു പത്രിജി പറഞ്ഞ പോലെ മിഡിൽ പാത്ത്. നമ്മൾ അധികവും കഴിക്കരുത്, കുറവായിട്ടും കഴിക്കരുത്, മിഡിൽ പാത്ത്. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടാകുമ്പോൾ. ഏതായാലും ഈ വീഡിയോ മെസ്സേജ് അങ്ങനെ ആ ആൾ കഴിക്കും. മെല്ലെ വീഡിയോയിൽ 10 എണ്ണാകുന്നു, 8 എണ്ണാകുന്നു, അങ്ങനെ കുറഞ്ഞ് ഒരു 2 ചപ്പാത്തിയും ഒരു സബ്ജിയും മാത്രം കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ചപ്പാത്തി മാത്രം കഴിക്കുന്നു. അങ്ങനെ അയാൾക്ക് വയസ്സാകുന്നു. അപ്പോൾ അത് എന്തൊക്കെയോ എന്നോട് പറയുന്നത്, വയസ്സാകും തോറും നമുക്ക് ആഹാരം കുറയ്ക്കണമെന്നോ, വയസ്സാകും തോറും നമ്മൾ അറ്റാച്ച്മെൻറ്റ് ചെയ്ത് മാറണമെന്നോ, ആർത്തി കുറയണമെന്നോ എന്തൊക്കെയോ ആ മെസ്സേജ് പറഞ്ഞു. അതുകൂടി വലിയ കാര്യമല്ല. ബീറോ തുറക്കുമ്പോൾ ബീറോ നിറയെ ഡ്രസ്സ്. പിന്നെ ഇയാൾക്ക് വയസ്സാകും തോറും ഡ്രസ്സുകൾ ഇങ്ങനെ കുറഞ്ഞ് വന്നിട്ട് ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ മാത്രം, 1-2 ഡ്രസ്സുകൾ മാത്രം. ഇതെന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. ഞാനൊരു കൺഫെഷനായിട്ട് പറയുകയാണ്, എൻ്റെ അടുത്ത് ദൈവം എനിക്ക് കുറേ ഡ്രസ്സുകൾ തന്നിട്ടുണ്ട്. കുറേ ഡ്രസ്സ് ഞാൻ പെട്ടിയിൽ, ബീരോയിൽ, ഇതിലൊക്കെ വെച്ചിരുന്നു. കുറേ ഡ്രസ്സുകൾ ഞാൻ ഇടാറില്ല. പക്ഷേ ഞാൻ ആർക്കും കൊടുക്കാനും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ കൊടുക്കുന്നല്ലാണ്ട് ഞാനായിട്ട് പോയിട്ട് എനിക്ക്, പക്ഷേ വളരെ പഴയതായത് ഇനി എനിക്ക് വേണ്ട എന്നുള്ള പോലെയുള്ളത് ഞാൻ ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ വില കൂടിയ ഷർട്ടുകളല്ലേ, വില കൂടിയ പാൻറ്റുകളല്ലേ, ജീൻസ് അല്ലേ, ഓരോ രാജ്യങ്ങളിലേക്കും പോകുമ്പോൾ വാങ്ങിച്ചതല്ലേ, ആ ഓർമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ ഈ പെട്ടിയിലൊക്കെ വെച്ചിരുന്നു. ഇത് കണ്ട് 2-3 ദിവസം എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി. വിജിയോടൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരി എന്തിനാ അങ്ങനെ കളയുന്ന, ആർക്കെങ്കിലും കൊടുക്കാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനതിൽ
എനിക്ക് ആവശ്യമായ ഡ്രസ്സുകൾ മാത്രം ഞാൻ വച്ചിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ. അതെന്തിനാണ് ഞാൻ പെട്ടിയിൽ വെച്ചിരിക്കുന്നത്? അതെല്ലാം എടുത്ത് ഞാൻ നമ്പറൊന്നും പറയുന്നില്ല. കുറേ സുപ്രിയ ചേച്ചിയോട് ഞാൻ പറഞ്ഞു അത്. അത്രയും ഷർട്ടുകളും അത്രയും പാൻറ്റുകളും ഞാൻ കൊടുത്ത് കുറച്ച് വൈറ്റ് ഷർട്ട്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. മതി, ഇനി വൈറ്റ് ഷർട്ടൊക്കെ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ എല്ലാവർക്കും കുടുംബക്കാർക്ക് ദേഷ്യം, എന്തിനാണ് വൈറ്റ് ഷർട്ട്, ഇത്ര കളർ ഷർട്ട്. ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ എന്താ പറയുക, നിർബന്ധിച്ച് തന്നെ ഒരു ഷോപ്പിലേക്ക് കൊണ്ടുപോയി 4-5 കളർ ഷർട്ട് ഇട്ട് വാങ്ങിച്ച് തയ്പ്പിച്ച് വൈറ്റ് ഷർട്ടൊന്നും ഇട്ടിട്ട് വരണ്ട, എന്നാൽ അത്ര പൈസയില്ലല്ലോ എന്നൊക്കെ. പക്ഷേ എനിക്കെന്തോ വൈറ്റ് ഇടുമ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും വൈറ്റ് ഷർട്ടും വൈറ്റ് പാൻറ്റും, അച്ഛൻ നിറയെ സ്വർണ്ണമൊക്കെ ഉപയോഗിക്കും. എപ്പോഴും അച്ഛൻ അങ്ങനെയാണ്. അപ്പോൾ അച്ഛൻ്റെയും പിന്നെ മുത്തശ്ശനും എപ്പോഴും വെള്ളം മുണ്ടും, അദ്ദേഹം കൃഷിയൊക്കെ ആയല്ലേ. അങ്ങനെ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ എല്ലാവരും വൈറ്റ് ഷർട്ടാണ് ഒക്കെ ഇടുക എപ്പോഴും. മാമാരും എല്ലാവരും അങ്ങനെയാണ്, വൈറ്റ് ഷർട്ടാണ് ഇട്ടുള്ളൂ. മുണ്ട് അല്ലെങ്കിൽ വൈറ്റ് പാൻറ്റ് അങ്ങനെ. അപ്പം ഞാൻ എന്തോ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇൻസ്പയറായി. അതോടുകൂടി എനിക്ക് എൻ്റെ പേന, ഞാൻ ഒരേ മോനാണല്ലോ, എൻ്റെ ചേച്ചി ഞാനാണ്. അപ്പോൾ അത് ഒരേ മോനിൽ മക്കളുള്ള ആൾക്കാർക്ക് അറിയാം, ഇത് എൻ്റെ റൂം, എൻ്റെ പേന, അത് എൻ്റെ 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 അത് ഞാൻ മെല്ലെ മെല്ലെ ഈ ഇതൊക്കെ കണ്ടപ്പോൾ എന്നിൽ പല മാറ്റങ്ങളുടെ സ്വാർത്ഥത നിറഞ്ഞ എൻ്റെ ആ ഒരു മനസ്സിൽ നിന്ന് പുറത്തു വന്ന് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ സുഹൃത്തുക്കളെ, മൈ ഡിയർ ഗോഡ്സ്, ദൈവം എന്തൊരു സന്തോഷം എന്നറിയോ. ആഹാ, അതൊക്കെ ഓരോരുത്തരും. ഞാൻ ആദ്യം കൊണ്ടുപോയി ഓഫീസിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഞാൻ ആർക്കെങ്കിലും പഴയ ഡ്രസ്സ് തന്നോ നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കും. ആദ്യം എന്നെ അധികം സ്നേഹിക്കുന്ന ആൾക്കാർ വന്ന് എല്ലായിടത്തും ഇടാം, അങ്ങനെ എടുക്കലിടാ, എല്ലാവർക്കും കൊടുക്കടാന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും അത് എനിക്കെങ്ങനെയാണെന്ന് അറിയുന്നത്, ഏകദേശം അവിടെയുള്ള എല്ലാവർക്കും 1-2 തടിയന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എൻ്റെ ഡ്രസ്സ് ഫിറ്റായി. അപ്പോൾ അവർക്കൊക്കെ സന്തോഷം. അടുത്ത ദിവസമൊക്കെ ആ ഡ്രസ്സ് അവർ ഇട്ടിട്ട് വരുന്നു. ഞാൻ ചോദിച്ചു, ദൈവമേ, ഞാൻ പെട്ടിയിൽ ഇത് വെച്ചിരുന്നു നോക്കി, ഇവർക്ക് ഇത്രത്തോളം സന്തോഷം തരുന്നല്ലോ. ഈ പെട്ടിയിൽ വെച്ച് ഞാൻ എന്താണ് ചെയ്തത്? ഇത്ര പേര് ഹൃദയത്തിൽ സന്തോഷം കൊടുക്കാനായിട്ട് എൻ്റെ പെട്ടിയിൽ വെച്ച ഡ്രസ്സിന് കാരണമാകുന്നുണ്ടെങ്കിൽ ഞാൻ എന്തുകൊണ്ടിത് ചെയ്തില്ല? അടുത്ത പെട്ടി എടുത്തു, കൊടുത്തു. പിന്നെ കുറച്ചുകൂടി എന്താ പറയുക, ഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് ഞാൻ ഓർഫനേജിൽ കൊണ്ടുപോയി കൊടുത്തു. അവിടെയുള്ള ആൾക്കാർ, പിള്ളേർക്ക്, +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, എനിക്കറിഞ്ഞ കുട്ടികളെല്ലാം. അവർക്ക് ഞാൻ സാധാരണ പുതിയ ഡ്രസ്സാണ് വാങ്ങിച്ചു കൊടുക്കാറില്ല. ഞാനിപ്പോൾ പോകാറില്ല, ഓൾഡ് ഏജ് ഹോം, ഓർഫനേജൊന്നും ഞാൻ പോകാറില്ല. എനിക്ക് കുറേ കാരണങ്ങളുണ്ട് ഞാൻ പോകാത്തത്. കാരണം അമ്മ മരിച്ചതിന് ശേഷം ഞാൻ പോകാറില്ല. അവിടെയൊക്കെ ഓരോരുത്തരും എൻ്റെ അമ്മയെ കാണുന്ന പോലെ ഉണ്ടാകും. പിന്നെ എൻ്റെ അമ്മയുടെ ഓർമ്മകൾ വല്ലാണ്ട് എന്നെ ഹോൾട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി ധ്യാനവും ഒക്കെ ചെയ്ത് ഇനി ഞാൻ സ്ട്രെങ്തൻ ആയാലും അതൊക്കെ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് ഞാൻ വളരെ സോഫ്റ്റാണ്. ഈ കാണുന്ന രൂപമല്ല. എനിക്കറിയാം ഞാൻ ആരാന്ന്. ഞാൻ തന്നെ എന്നെ പറ്റി പറയുകയാണ്. എനിക്ക് ഈ പുറത്ത് കാണുന്ന റഫ്നെസ് ഒന്നുമല്ല. അത് ബിസിനസ്സിനൊക്കെ ഞാൻ അഭിനയിക്കാതിരിക്കാം, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ആരാ. എന്നെപ്പറ്റി എനിക്കൊരു സ്വയം വിമർശനം ഉണ്ടല്ലോ. എൻ്റെ തെറ്റുകൾ ഞാൻ പറയുന്നത് പോലെ തന്നെ എൻ്റെ ശരികളും എൻ്റെ റിയാലിറ്റി എനിക്കറിയാം. അത് കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരുന്നു, അച്ഛനെ ഓർമ്മ വരുന്നു, അവിടെയുള്ള മക്കളെയൊക്കെ ഞാൻ ദേഷ്യപ്പെടുന്നു. ഇവരൊക്കെ എന്ത് മനുഷ്യരാണ്, പെറ്റ അമ്മയെ, സഹോദരന്മാരെ ഒക്കെ ഇങ്ങനെ വിട്ടിട്ട് ഇവരൊക്കെ എന്ത് മക്കളാണ്, അല്ലെങ്കിൽ എന്ത് സഹോദരന്മാരാണെന്നൊക്കെ എനിക്ക് ദേഷ്യം വരുന്നു. അതുകൊണ്ടൊക്കെ ഞാൻ നിർത്തി. വല്ലപ്പോഴൊക്കെ പോകുമ്പോഴും എന്തോ അവിടെ ഒരു സന്തോഷം, വളരെ നെഗറ്റീവ് എനർജി ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് കുറച്ചുകൂടി ധ്യാനം ചെയ്ത് സ്ട്രോങ് ആയിട്ട് വേണം ഞാൻ അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ഇവർക്ക് എല്ലാവർക്കും പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമുക്കൊന്നും അറിഞ്ഞാൽ നമ്മൾ എല്ലാവരോടും പറയണ്ടേ. എൻ്റെ ഗ്രൂപ്പിൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ചെയ്യുമെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അറിയോ, നമ്മൾ എന്ത് പറഞ്ഞാൽ സ്നേഹത്തോടെ അതിനെ മനസ്സിലാക്കിയിട്ട് ഉടനെ ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങോട്ട് ആർഗ്യൂ ചെയ്യാണ്ട് ശരി മോനെ, ശരി ശരി സുരേഷ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എനിക്കുണ്ട്. അത് എന്താ പറയുക, ക്ലോസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എൻ്റെ ക്ലോസ് ടു ഹാർട്ടാണ് അവർ. നമ്മളെന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ എന്ത് പറഞ്ഞാലും തിരിച്ച് പറയുക, എന്ത് പറഞ്ഞാലും അതിൽ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു ആൾക്കാർ, നെഗറ്റീവ് ഗ്രൂപ്പ്. ഐ ലവ് ദം, ഐ കനോട്ട് ഹേറ്റ് ദം, പക്ഷേ ഞാൻ അവരോടൊന്നും ഞാൻ സംസാരിക്കാൻ പോകില്ല. എന്ത് പറഞ്ഞാലും കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ. തമിഴിൽ പറയും എതയും എതിർപ്പും, എന്തിനേയും എതിർക്കുക. നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്താ പാർട്ടികളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടാവില്ലേ, ഇവർ നല്ല പോളിസി കൊണ്ടുവന്നാലും എതിർക്കുക, വെറുതെ എതിർക്കുക. അത് എനിക്ക് അങ്ങനത്തെ ആൾക്കാരല്ലാണ്ട് എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ അവർ പറയുന്ന ആൾക്കാരും ആൾക്ക് പണം കൊടുക്കുക, ചെറിയ ഹെൽപ്പ് ചെയ്യുക, ഓക്കെ, ഏതിനാന്നൊന്നും നമ്മൾ ചോദിക്കില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു അനുഭവം കിട്ടി, നിങ്ങളും ഒന്ന് നിങ്ങളുടെ ഡ്രസ്സൊക്കെ കൊടുക്കണം. അപ്പോൾ അവരും ഡ്രസ്സ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സന്തോഷം. ഇപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് വീണ ഗായത്രി എന്ന് പറഞ്ഞൊരു ഇവിടെ ഫേമസ് ആണ്. അവർ എനിക്ക് പരിചയമുണ്ട്, നല്ല. അവർ ചെറുപ്പം തൊട്ട് ഞാൻ അവരുടെ മ്യൂസിക്കൊക്കെ പോയി കേൾക്കാറുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ അവർ തെലുങ്കിൽ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ചോദിച്ച് പറയാം. അതായത് എത്ര കുറവായിട്ടുണ്ടോ അത്രത്തോളം സന്തോഷം കൂടും.
അതല്ലേ ട്രെയിനിലും പറയുന്നത് എന്താ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്നൊക്കെ. നമ്മുടെ സുനിതാജിയും അന്ന് പറയുമായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഴയ ഓർമ്മകൾ നമ്മൾ ലഗേജ് എന്തിനാണ് കൊണ്ടുപോകുന്നത്, നല്ലതും കൊണ്ടുപോകണ്ട. അപ്പോൾ ഒരാരോ ചോദിച്ചു, നല്ല ഓർമ്മകൾ കൊണ്ടുപോയിക്കൂടെ, ഭഗവതിയെ ചെയ്യാൻ തോന്നുന്നു ചോദിച്ചത്. അപ്പോൾ എന്തിനാ ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നല്ല ഡ്രസ്സുകൾ കുറേ കൊണ്ടുപോകും, ആവശ്യത്തിനല്ലേ കൊണ്ടുപോകുള്ളൂ. സോ ആവശ്യത്തിനുള്ള ഓർമ്മകൾ മതി നമ്മുടെ മനസ്സിൽ, നമ്മുടെ യാത്രയ്ക്ക്, നമ്മുടെ ജീവിത യാത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ പറഞ്ഞതായിട്ടാണ് എനിക്ക് ഓർമ്മ സുനിതാജി. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും അത് സന്തോഷമായി. അതിനുശേഷം പിന്നെ അടുത്ത കാലത്ത് പറയായിരുന്നു, നമ്മളിങ്ങനെ കുറേ ഡ്രസ്സ് വാങ്ങിക്കും. ഓരോ ഡ്രസ്സും നമ്മൾ ഓരോ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തും എത്രയോ കെമിക്കൽ ഉപയോഗിക്കുന്നു. അതിൽ കണ്ണിന് കാണാത്ത എത്രയോ എന്താണ് ജീവികൾ മരിച്ചു പോകുന്നു. അതുപോലെ പലതിലും പലതുണ്ട്. അത് കുറവായിട്ട് വാങ്ങിക്കുക. ഒരു വലിയൊരു കോടീശ്വരയുടെ ഇൻ്റർവ്യൂ ഞാനിപ്പോൾ കണ്ടു. അവർ പറയായിരുന്നു, എൻ്റെ ഡ്രസ്സ് 25 കൊല്ലമായി ഞാൻ ഉപയോഗിക്കുന്നു, 30 കൊല്ലമായി സാരി ഞാൻ ഉപയോഗിക്കുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പുതിയത് വാങ്ങിക്കുമ്പോഴൊക്കെ എത്രയോ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളെ കൊന്നിട്ടല്ലേ ഞാനത് ഇടുന്നത് എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കൂ, എവിടെ നിന്നാണ് ഒരു മഴത്തുള്ളിയിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. ജൈൻ മതത്തിനെ പറ്റി പറഞ്ഞ്, ജൈൻ മതത്തിലുള്ള നല്ല മൂല്യങ്ങളെ പറ്റി പറഞ്ഞ്, അവരുടെ ആഹാരം രീതി, അവരിലുള്ള നന്മകളെല്ലാം നോക്കൂ. വളരെ അവർ ഒരു അച്ഛൻ മകനോട്, മകൻ അച്ഛനോടൊക്കെ സംസാരിക്കാനൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടില്ല. കാലത്ത് കുളിച്ചിട്ട് വന്ന ദിവസം മാതാപിതാക്കളുടെ കാലിൽ തൊട്ട് നമസ്കരിക്കും. ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ അതാണ് പൂജ റൂം. അമ്മ ഉണ്ടായിരുന്നു, അമ്മയെ തൊട്ട് കാലിൽ തൊട്ട് നമസ്കരിക്കും. അത് എന്താ പറയുക, അതൊക്കെ ഒരു ഭാഗ്യം. അവർ ദൈവത്തെ നേരിട്ട് കാണാൻ പറ്റാതെയല്ലേ നമുക്ക് നമ്മുടെ അച്ഛനമ്മയെ കാണുന്നത്. ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടിന് പിറന്നാളായിരുന്നു. അപ്പോൾ എപ്പോഴും ജനിച്ച കുഞ്ഞിനെ കാണുന്നത് വാസ്തവത്തിൽ ദൈവത്തിനെ കാണുന്നതിന് സമമെന്ന് എൻ്റെ ഒരു ഗുരു പറഞ്ഞു. കാരണം എന്ന് ചോദിച്ചപ്പോൾ, ആ ജനിച്ച കുഞ്ഞിന് പോയ ജന്മം ഭൂതകാലത്ത് ഓർമ്മയുമില്ല, ഭാവി കാലത്തെ പറ്റിയുള്ള ആങ്സൈറ്റി ഇല്ല, ചിന്തകളില്ല. പ്രസൻറ്റിൽ ഇങ്ങനെ നോക്കണം, എല്ലാം പുതിയതായിട്ട് നോക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനെ, പുതിയൊരു കുട്ടിയെ, പുതിയൊരു പഴയ ബോധത്തിലും ഭാവിയിലും ഒന്നും അടിമപ്പെടാണ്ട് പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റും. അതാണല്ലോ മെഡിറ്റേഷൻ. അതല്ല 45 നിമിഷം മാത്രം ചെയ്യുന്നത്. അതല്ല, നമ്മളെപ്പോഴും ആ ചിന്തകളുണ്ടെങ്കിൽ എത്ര വലിയൊരു ഭാഗ്യമായിരിക്കും. അപ്പോൾ ഞാനൊരു ചെറിയൊരു കവിത എഴുതി ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു. കുറേ കാലത്തുള്ള ഫ്രണ്ട്, ജന്മജന്മാന്തരമായിട്ടുള്ള ഫ്രണ്ടായിരുന്നൊക്കെ പറയാം. അപ്പോൾ അതിന് ഉത്തരം തരുമ്പോൾ എനിക്ക് പറഞ്ഞത്, നിൻ്റെ കവിത അവൻ പുള്ളി എൻ്റെ ഫ്രണ്ട് അങ്ങനെ ഒരു കവിത എഴുതുന്ന അല്ല. പക്ഷേ എനിക്ക് അക്നോളജ് ചെയ്ത് എനിക്ക് അയച്ച വോയിസ് മെസ്സേജിൽ സംസാരിച്ചതിൽ, ആ സംസാരത്തിൽ ഞാൻ ഒരു കവിത കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, സുരേഷിൻ്റെ കവിത ഞാൻ വായിച്ചു. പിന്നെ വോയിസിലും സുരേഷ് അയച്ചത് കേട്ടു. വാസ്തവത്തിൽ എന്തായിരിക്കും നിൻ്റെ കവിത, അതിന് ആശംസകളോടുകൂടി നീ എഴുതിയ കവിത എന്നെ ചെയ്തത് എന്താ? എൻ്റെ കൈ പിടിക്കുക, എൻ്റെ കൈ പിടിച്ചോ, വാ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഞാൻ എഴുതിയ ഒരു 10ഓ 15ഓ കവിത വരികൾ ഒന്നുമല്ല നീ പറഞ്ഞ ഈ ഒറ്റ വരിയിൽ നിന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഓരോ ദിവസവും ഒരാളുടെ ഒരു പിറന്നാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും വിഷ് ചെയ്യണം. അത് എൻ്റെ സീനിയേഴ്സൊക്കെ പറയും, എന്ത് ബർത്ത്ഡേ എന്താടോ, നമ്മുടെയൊക്കെ വർഷം ആർക്കറിയാം, നമ്മൾ എത്ര ജന്മങ്ങളായിട്ടുണ്ടെന്ന് ആർക്കറിയാം, നമ്മുടെ പിറന്നാളത്ത് ഈ ബോഡിയുടെ ഏജ് അല്ലേ, നമ്മുടെ ആത്മാവിൻ്റെ ഏജ് എന്ത് വല്ലതും അറിയുമോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഒരാളുടെ പിറന്നാളിന് അവരെ ആശംസിക്കുമ്പോൾ, അവർക്കൊരു നല്ല വാക്ക് പറയുമ്പോൾ, അന്ന് അവരെ പറ്റിയുള്ള എല്ലാ നല്ല കാര്യങ്ങളും നമ്മൾ പറയാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് ആ ദിവസം എത്ര ഒരു വിശേഷമായ ദിവസമായിരിക്കുമെന്ന് എനിക്ക് ഓർമ്മ വന്നു. അതെനിക്ക് വളരെ സന്തോഷമായി. ഇന്നലത്തെ ആ ഉത്തരം കേട്ടപ്പോൾ ഇനിയും എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും വളരെ വേണ്ടപ്പെട്ടവരും ബർത്ത്ഡേ ഒന്നും മറക്കരുത്, എല്ലാവരെയും നമ്മൾ വിഷ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയും എനിക്ക് വന്നു. ഏതായാലും 2-3 ദിവസം ഞാൻ വാട്സപ്പിൽ മെസ്സേജൊന്നും തന്നില്ലല്ലോ. 31 വരെ തരാമെന്ന് വാക്കും തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് കോമ്പൻസേറ്റ് ചെയ്തിട്ട് ലോങ് മെസ്സേജ് തന്നിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കൂ, സമയമുള്ളപ്പോൾ കേൾക്കൂ. വണ്ടി ഓടിക്കുന്നവരൊക്കെ അത് എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത്, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഇത് നമുക്ക് കേൾക്കാം. ലോങ് ആയിട്ട് ഉണ്ടല്ലോ എന്നുള്ള ആർക്കെങ്കിലും തെറ്റായി തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ മനസ്സിലുള്ളത് ഇങ്ങനെ തുറന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഗ്രൂപ്പിലുള്ള പലർക്കും അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഒരു അരമണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ് ഇന്നത്തെ. ഒരു മഴത്തുള്ളിയിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ എന്താണ് ജൈൻ മതത്തിനെ പറ്റിയുള്ള വാല്യൂസും പറഞ്ഞ് നമ്മൾ അതിൽ പത്രജീവനെ പറ്റിയുള്ള റെഫറൻസും തന്ന് ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു. താങ്ക് യു. നമസ്തേ.